ഹലോ, വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഞാനിത് കുക്കറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു മന്തി ഉണ്ടാക്കുന്നത് സാധാ മന്തി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലല്ല, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 1 കിലോ കപ്സ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂറോളം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഇനി ഞാനിവിടെ ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 തക്കാളിയും അതുപോലെ തന്നെ 2 സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ചേർത്ത് വെക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി നീരാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പട്ട, ഗ്രാമ്പു, ഏലക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കപ്സയുടെ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മന്തിയുടെ പൊടിയും ഈ ടൈമിൽ യൂസ് ചെയ്യാം, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ. പിന്നെ സാധാ നമ്മുടെ കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുക. അത് നേരത്തെ ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്, അപ്പോൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് അരി വേവുന്ന വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ ഇതാ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ ഊറ്റിയെടുക്കാൻ നമ്മൾ എത്ര വെള്ളം യൂസ് ചെയ്യുന്നോ അത്ര വെള്ളം വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഈ ഒരു അരി ഇനി നമ്മൾ ഒരു 1/4 വേവ് ആവോളം ഒന്ന് വേവിക്കണം. അത് ശ്രദ്ധിക്കുക, 1/4 വേവ് ആയാൽ മതി. ഇനി ബാക്കി നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കും. ഇത് ഊറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടിയിട്ടുള്ള മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒന്ന് സ്മോക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചാർക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കത്തിച്ചിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കുക. കറക്റ്റ് ഒരു വിസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കറക്റ്റ് ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്തു. പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ എന്താ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചിക്കനും റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മാത്രമല്ല വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.